അസ്സലാമു അലൈക്കും. ഈ കത്ത് നിനക്കുള്ളതാണ്. നീ ഇത് കേൾക്കുന്നത് യാദൃശ്ചികമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഒരുപക്ഷേ അള്ളാഹു സുബ്ഹാനഹു തആല ഈ കത്തിലൂടെ നിന്നെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന എന്തോ ഒരു കാര്യമുണ്ടാകും. അതുകൊണ്ട് അവസാനം വരെ കേൾക്കണം. ഇപ്പോൾ നിന്റെ മനസ്സ് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. പക്ഷേ ഒരു കാര്യം എനിക്കറിയാം. പുറത്ത് നീ എല്ലാവരോടും സാധാരണ പോലെ സംസാരിക്കുന്നുണ്ടാകും, ചിരിക്കുന്നുണ്ടാകും, ജോലിയും പഠനവും വീട്ടിലെ കാര്യങ്ങളും എല്ലാം ചെയ്യുന്നുണ്ടാകും. പക്ഷേ രാത്രി ഒറ്റക്കാകുന്ന സമയത്ത് നിന്റെ മനസ്സ് ഒരുപാട് നിന്നെ വേദനിപ്പിക്കുന്നുണ്ടല്ലേ? കാരണം അറിയാതെ ഒരു വിഷമം, ആരോടും പറയാൻ കഴിയാത്ത ഒരു ഭാരം, ചിലപ്പോൾ ഒന്നിനോടും താല്പര്യമില്ലാത്ത അവസ്ഥ, ചിലപ്പോൾ എല്ലാം മതിയായി എന്ന് പോലും തോന്നുന്ന നിമിഷങ്ങൾ. അതെ, ഇതൊക്കെ നിനക്ക് ഉണ്ടായിട്ടുണ്ടാകും. അപ്പോൾ നിനക്ക് തോന്നും, എന്തുകൊണ്ടാണ് എനിക്ക് മാത്രം ഇങ്ങനെ സംഭവിക്കുന്നത്? ഞാൻ ഇത്രയും ദുആ ചെയ്തിട്ടും എന്തുകൊണ്ടാണ് സമാധാനം കിട്ടാത്തത്? അള്ളാഹു സുബ്ഹാനഹു തആല എന്നെ കേൾക്കുന്നുണ്ടോ? നിങ്ങൾ ഒരു കാര്യം മാത്രം ഓർക്കണം. നീ അള്ളാഹുവിനെ മറന്ന ചില നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ടാകും. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു തആല നിന്നെ മറന്ന ഒരു നിമിഷം പോലും ഉണ്ടായിട്ടുണ്ടാവില്ല. നീ അള്ളാഹുവിലേക്ക് നടക്കാതെ നിന്ന ദിവസങ്ങളിലും അള്ളാഹുവിൻ്റെ കരുണ നിന്നെ വിട്ടുപോയിട്ടില്ല. നീ ഇന്ന് ശ്വാസമെടുക്കുന്നുണ്ടെങ്കിൽ അതുപോലും അള്ളാഹുവിൻ്റെ കരുണയാണ്. നീ ഇന്ന് ഈ കത്ത് കേൾക്കുന്നുണ്ടെങ്കിൽ അതും അള്ളാഹുവിൻ്റെ കരുണയാണ്. കാരണം അള്ളാഹു സുബ്ഹാനഹു തആല വിളിക്കാതെ ആരുടെയും ഹൃദയം അവിടേക്ക് തിരിയില്ല. നിനക്കറിയാമോ, ചിലപ്പോൾ നമ്മൾ കരുതും, ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്തു, ഇനി അള്ളാഹുവിൻ്റെ മുന്നിലേക്ക് എങ്ങനെ പോകും? പക്ഷേ ഒരു കുഞ്ഞ് വീണാൽ അതിൻ്റെ ഉമ്മ അതിനെ തള്ളി മാറ്റുമോ? അതിനെ എടുത്ത് ചേർത്ത് പിടിക്കുകയല്ലേ ചെയ്യുക? അപ്പോൾ ഈ ലോകത്ത് ഒരു ഉമ്മയ്ക്ക് സ്വന്തം കുഞ്ഞിനോടുള്ള സ്നേഹത്തേക്കാൾ എത്രയോ മടങ്ങ് കരുണയുള്ള അള്ളാഹു നീ തിരികെ വന്നാൽ നിന്നെ സ്വീകരിക്കാതിരിക്കുമോ? ഒരിക്കലും ഇല്ല. നീ എത്ര അകന്നു പോയാലും തിരിച്ചു വരാൻ ഒരു ചുവട് മതി. ആദ്യത്തെ ആ ചുവടാണ് ഏറ്റവും പ്രയാസം. പക്ഷേ ഒരു ചുവട് വെച്ചാൽ ബാക്കി വഴിയിൽ അള്ളാഹു നിന്നെ കൈപിടിക്കും. നീ ഒരുപാട് കരഞ്ഞിട്ടുണ്ടാകും, ആരും കാണാതെ, ആരും അറിയാതെ. തലയിണ നനഞ്ഞ രാത്രികൾ ഉണ്ടായിട്ടുണ്ടാകും. മനസ്സ് പൊട്ടിയ പോലെ നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ടാകും. എല്ലാവരുടെയും മുന്നിൽ ചിരിച്ചിട്ട് മുറിയിലേക്ക് പോയി കരഞ്ഞ ദിവസങ്ങൾ ഉണ്ടായിട്ടുണ്ടാകും. പക്ഷേ ആ കരച്ചിലിൽ പോലും നീ ഒരിക്കലും ഒറ്റക്കായിരുന്നില്ല. അള്ളാഹു സുബ്ഹാനഹു തആല നിന്റെ കൂടെ ഉണ്ടായിരുന്നു. നീ പറയാതെ പോയ വാക്കുകളും അള്ളാഹു കേട്ടിരുന്നു. നീ അടക്കി വെച്ച കണ്ണീരും അള്ളാഹു സുബ്ഹാനഹു തആല കണ്ടിരുന്നു. അതുകൊണ്ട് നിന്റെ ജീവിതത്തെക്കുറിച്ച് പ്രതീക്ഷ നഷ്ടപ്പെടുത്തരുത്. നീ ഇന്ന് എങ്ങനെയാണോ അതിലും മനോഹരമായി നിന്നെ മാറ്റാൻ അള്ളാഹുവിന് കഴിയും. ഇന്ന് നിന്റെ ഹൃദയം തകർന്നിരിക്കാം, പക്ഷേ അതേ ഹൃദയത്തിന് വീണ്ടും സമാധാനം നൽകാനും അള്ളാഹുവിന് കഴിയും. ഇന്ന് നിന്റെ കണ്ണുകൾ കരയുന്നുണ്ടാകാം, നാളെ അതേ കണ്ണുകൾ സന്തോഷം കൊണ്ട് നിറയ്ക്കാനും അള്ളാഹുവിന് കഴിയും. അതിനാൽ ഒരു നിമിഷം പോലും അള്ളാഹുവിൻ്റെ കരുണയെ സംശയിക്കരുത്. കാരണം നിന്റെ ജീവിതത്തിൽ എല്ലാം അവസാനിച്ചു എന്ന് നീ കരുതുന്നിടത്ത് നിന്നാണ് അള്ളാഹു സുബ്ഹാനഹു തആല പുതിയൊരു തുടക്കം നൽകുന്നത്. ഈ ലോകത്ത് ആരും നിന്നെ മനസ്സിലാക്കുന്നില്ല എന്ന് തോന്നിയാലും അള്ളാഹു സുബ്ഹാനഹു തആല നിന്നെ മനസ്സിലാക്കുന്നുണ്ട്. ആരും നിന്നെ കേൾക്കുന്നില്ല എന്ന് തോന്നിയാലും അള്ളാഹു സുബ്ഹാനഹു തആല നിന്നെ കേൾക്കുന്നുണ്ട്. ആരും നിന്നെ സ്നേഹിക്കുന്നില്ല എന്ന് തോന്നുകയാണെങ്കിലും അള്ളാഹുവിൻ്റെ കരുണ ഇപ്പോഴും നിന്നെ പൊതിഞ്ഞിരിക്കുന്നുണ്ട്. അവസാനമായി ഈ കത്ത് നിന്റെ ഹൃദയത്തിൽ തട്ടിയെങ്കിൽ ഒരു കാര്യം മാത്രം ഓർക്കണം. നീ നഷ്ടപ്പെട്ടവനല്ല, നീ വൈകിപ്പോയവനുമല്ല. നീ ഇപ്പോഴും അള്ളാഹുവിൻ്റെ അടിമയാണ്. അള്ളാഹു ഇപ്പോഴും നിന്റെ റബ്ബാണ്. അതുകൊണ്ട് പ്രതീക്ഷ കൈവിടരുത്. തിരികെ അള്ളാഹുവിൻ്റെ അടുത്തേക്ക് വരിക. നിന്റെ മനസ്സ് തേടുന്ന സമാധാനം, നിന്റെ ഹൃദയം അന്വേഷിക്കുന്ന ആശ്വാസം, നിന്റെ ആത്മാവ് ആഗ്രഹിക്കുന്ന സന്തോഷം, അതെല്ലാം അള്ളാഹുവിൻ്റെ അടുത്താണ്. അള്ളാഹു സുബ്ഹാനഹു തആല നിന്നെ ഒരിക്കലും കൈവിട്ടിട്ടില്ല, എപ്പോഴും കൈവിട്ടിട്ടില്ല, ഇനി ഒരിക്കലും കൈവിടുകയുമില്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.